ഹൃദയഭേദകമായ വാർത്തയാണ് ഖാസയിൽ നിന്ന് എത്തുന്നത്. യുദ്ധക്കെടുതികൾ ഏറ്റവും ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം തകർത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വേദനിപ്പിക്കുന്ന നിരവധി വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വിശന്നു തളർന്നു നിന്ന 12 പലസ്തീനികളാണ് മുങ്ങി മരിച്ചത്. വിശപ്പാണ് ദുരന്തത്തിലേക്ക് ഈ പാവം മനുഷ്യരെ തള്ളിയിട്ടത്. വ്യോമമാർഗം എറിയുന്ന ഭക്ഷണം ശേഖരിക്കാനുള്ള ശ്രമത്തിനിടെയാണ് പലസ്തീനികൾ കടലിൽ മുങ്ങി മരിച്ചത്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലഹിയയിലാണ് സംഭവം. ഭക്ഷണത്തിനായി കടൽക്കരയിൽ ജനങ്ങൾ പരക്കം പായുന്നത് വീഡിയോയിൽ കാണാം. കടലിൽ വെള്ളത്തിലിറങ്ങി നിന്ന് പാരച്യൂട്ടിൽ താഴേക്കിടുന്ന ഭക്ഷണം ശേഖരിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് പലസ്തീനികൾ കടലിൽ മുങ്ങിപ്പോകുകയായിരുന്നു. നീണ്ട 6 മാസത്തെ യുദ്ധം പലസ്തീനികളുടെ ജീവിതം പട്ടിണിയിലും ദുരിതത്തിലും മുക്കിയതിന്റെ നേർചിത്രമാണിത്. ഗാസയിൽ വിതരണം ചെയ്ത 18 ഭക്ഷണക്കെട്ടുകളിൽ 3 കടലിൽ പതിച്ചതായി പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാരച്യൂട്ടിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്നും എന്നാൽ ആളപായം ഉണ്ടായതായി അറിയില്ലെന്നും പെന്റഗൺ വ്യക്തമാക്കി. അതിനിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന രീതിയെപ്പറ്റിയും വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. അതിർത്തിയിൽ ഇസ്രായേലിന്റെ ഉപരോധം തുടരുന്നതിനാൽ കരമാർഗം ഗാസയിലേക്ക് ആവശ്യമായ ഭക്ഷണവും ഔഷധവും മറ്റു അവശ്യവസ്തുക്കളും എത്തിക്കാൻ സാധിക്കുന്നില്ല. ആവശ്യമായതിന്റെ 1/5 സഹായം പോലും ഗാസയിൽ ലഭ്യമാക്കാൻ കഴിയുന്നില്ലെന്നാണ് സഹായം എത്തിക്കുന്ന ഏജൻസികൾ പറയുന്നത്. വ്യോമമാർഗം എത്തിക്കുന്ന സഹായമാണ് ഏക ആശ്വാസം. ഇത് ശേഖരിക്കാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. കരമാർഗം അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഏജൻസികൾ നൽകുന്നത്. ഭക്ഷണത്തിനായുള്ള തിക്കിലും തിരക്കിലും നേരത്തെയും ആളപായം ഉണ്ടായിട്ടുണ്ട്. കടുത്ത പട്ടിണിയാണ് ഗാസ നേരിടുന്നത്. സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കാത്ത സസ്യങ്ങളും മൃഗങ്ങൾക്ക് നൽകുന്ന ധാന്യങ്ങളും വിഷപ്പടക്കാനായി പലസ്തീനികൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതിനിടെ ഗാസ അതിർത്തിയിലൂടെ കൂടുതൽ ട്രക്കുകളെ കടത്തിവിടണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗട്ടറസ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ സഹായം തടഞ്ഞുവെക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിനിടെ UN രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയം പാസാക്കിയിട്ടും ഗാസയിലെ യുദ്ധത്തിന് മാറ്റമുണ്ടാകുന്ന സൂചനയില്ല. ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 81 പലസ്തീനുകാർ കൊല്ലപ്പെട്ടു. 93 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ നിന്ന് പിൻവാങ്ങണമെന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് നേരത്തെ തള്ളിയിരുന്നു. ഹമാസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. അതേസമയം ദോഹയിൽ ചർച്ച തുടരുകയാണ്. യുദ്ധവിരാമത്തിനും ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നതിനും വഴിയൊരുക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി ഇപ്പോഴും ദോഹയിൽ തന്നെയാണ്. ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ 32,414 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനം നീക്കണമെന്ന് UN ദുരിതാശ്വാസ ഏജൻസി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു.